ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വൈകുന്നേരം തൊട്ടിട്ട് രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വൈകുന്നേരമായിട്ടുണ്ട്, മഴയൊക്കെ ചോർന്ന ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാൻ ബീട്രൂട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അരിയുന്ന വീഡിയോസൊന്നും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ. പിന്നെ ബീട്രൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കത് ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് കറി വെക്കണം. അപ്പോൾ അത് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെ ഉണ്ടാക്കിയ കൂട്ടാൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ നമ്മളെ ചിക്കൻ കറീൻ്റെ മസാലയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അല്ലാതെ നമുക്കത് വെറുതെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കതിലേക്ക് നമ്മൾ ആ മസാല ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു തലേന്നത്തെ രാവിലത്തെ മസാല, അതും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെറുതെ അതായത് നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇന്ന് രാവിലെ ഉണ്ടാക്കിയതല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് ഒരു ചെറിയ ഗ്ലാസ്സിന് വെള്ളം എടുത്തിട്ട്, കാരണം ഈ ചിക്കനിന്നും ഉള്ളിൽ നിന്നൊക്കെ വെള്ളം വരുമല്ലോ, പിന്നെ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. നമുക്കതൊന്ന് മിക്സ് ചെയ്ത് ഫോണ് പിടിച്ചിട്ട് മിക്സ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മൂടി വെച്ചു. അതിനിടയിൽ മക്കൾ രണ്ടാളും ചിത്രമൊക്കെ വരച്ചത് ഏതാ അമ്മച്ചി രസം എന്നൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. എല്ലാതും കഴിഞ്ഞിട്ടാണ് എനിക്ക് കഴുകാറ്, അങ്ങനെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോരുത്തരുടെ കയ്യിൻ്റെ ഒരു പ്രകടനമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു കേട്ടോ. ഇനി ചിക്കൻ കറി ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കാം, പത്തിരിയോ ചപ്പാത്തിയോ. അപ്പോൾ ഇന്നിപ്പോൾ പത്തിരിയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യത്തിനായിട്ടുള്ള 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് ഉപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കട്ടെ. അപ്പോൾ ഞാനിതാ ഇത്ര പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് പത്തിരി തട്ടാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ അടുക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പത്തിരി പണിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ തിളക്കുന്നുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ചിനെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം പൊടി ഏറിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണല്ലോ. അപ്പോൾ പിന്നെ ആവശ്യത്തിനായിട്ടുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞൊരു പൊട്ടുന്ന ടൈപ്പ് ഒരു പൊടിയായിരുന്നു, നമ്മൾ പൊടിപ്പിച്ച പൊടിയാണിത്. സാധാരണ പൊടി പൊടിപ്പിക്കാറാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം മതി. ഇനി പൊടി അല്ലെങ്കിൽ ഭയങ്കര ഒട്ടിപ്പോവും. പക്ഷെ പത്തിരി ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഒരു കുഴക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് ഒട്ടുന്ന ടൈപ്പ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പൊടിയൊക്കെ വാട്ടിയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ആക്കിട്ടോ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മൂടി വെക്കാം. കുറച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് ചൂടാറിയ ശേഷം പൊരിച്ചെടുക്കാം. അപ്പോൾ പിന്നെയും മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ആവാറായി, മരിവാങ്ക് കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഭയങ്കര മഴയാണ്, എല്ലായിടത്തും ഭയങ്കര മഴയാണ്, എല്ലാവരും ബുദ്ധിമുട്ടിലാണല്ലേ. ഇപ്പോൾ ഇവിടെ ഭയങ്കര കളിയാണിപ്പോൾ. ചില ടൈമിൽ ഉമ്മച്ചിയും കുട്ടിയാവും, ചില ടൈമിൽ ടീച്ചറും കുട്ടിയാവും, അതിനിടയിൽ കച്ചറ കൂടും. അങ്ങനെയൊക്കെയാണ് മക്കളുടെ ഓരോ കാര്യങ്ങൾ, അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതിനിടയിൽ നമ്മൾ മാവ് ഇതൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കതെന്തായാലും ഒന്ന് കുഴച്ചെടുക്കാം. ഇനി കുഴച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും കുഴച്ചിട്ട് വരാം കേട്ടോ. പിന്നെ കുഴക്കലൊക്കെ കഴിഞ്ഞ് ഇനി ഉരുളാക്കുകയാണ്. നമുക്ക് കുറച്ച് പൊടിയെ എടുത്തിട്ടുള്ളൂ. ഇനി ബാക്കി ഉണ്ടെങ്കിൽ രാവിലെ എടുക്കാമല്ലോ പത്തിരി, അത് വിചാരിച്ചിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി ഇതാ നമ്മൾ സഹായിക്കാൻ ആളൊക്കെ ഉണ്ട് കേട്ടോ. മോളാണ് എപ്പോഴും, മോളുണ്ടെങ്കിൽ മോള് അങ്ങനെയൊക്കെ പരത്തി തരും. അതേപോലെ അടുത്ത ആൾ നിൽക്കുന്നുണ്ട്, അവളുടെ ചാൻസിന് വേണ്ടി നിൽക്കുന്നുണ്ട്. ഒരു ഉരുളൊക്കെ കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുകയാണ്. ഇവളത് കഴിഞ്ഞിട്ട് ചെയ്യാം. മോളുണ്ടെങ്കിൽ മോളെന്നെ ചെയ്തുതരും. അല്ലെങ്കിൽ ഞാൻ കുറച്ചാക്കിയിട്ട് പിന്നെ മോളെ കയ്യിൽ കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ആളിതാ പറഞ്ഞില്ലേ നോക്കി നിൽക്കുകയാണ്. ഇവളെ ചാൻസിന് വേണ്ടി ഉരുളൊക്കെ കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആൾക്ക് ഒരാഗ്രഹങ്ങളാണ്, എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം. ഞാൻ ചെയ്യുന്നത് കണ്ടങ്ങനത്തിനൊക്കെ വരും കേട്ടോ. ചെയ്യാനും ആക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കുറച്ചൊക്കെ പത്തിരി ഞാനും പരത്തിയിട്ടുണ്ടായിരുന്നു, ഞാൻ ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ പത്തിരി 3 ഞാൻ ഇതിൽ വെക്കലുള്ളൂ കേട്ടോ. അങ്ങനെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞു.
ഇൻഷാ അല്ലാഹ് പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞു. നമുക്കത് ഇതാക്കി വെക്കാം. ഇനി ഞാൻ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, നിസ്കരിക്കാൻ പോട്ടെ. നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നു. ഓത്തൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനിടയിൽ ശേഷം മോള് എഴുതാൻ എത്തിയിട്ടുണ്ട്. അവളുടെ കൂടെ ഞാൻ കഴിഞ്ഞിട്ട് അവള് കുറെ എഴുതാനില്ല ടൈമിൽ നമുക്ക് കാര്യങ്ങളൊക്കെ എഴുതാനുള്ള ടൈം ആയിട്ടില്ല. കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടാവും, കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മിന്നുവിനൊന്നും ചെയ്യാനില്ല, അതൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. എന്തായാലും മോള് ഗണിതമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഉഷാറാണ്, കുഴപ്പമില്ല. അങ്ങനത്തെ കുഴപ്പമില്ല. ചെറിയ ആളും ഞാൻ കൊടുക്കലുള്ളൂ, അങ്ങനെയാണ്. അപ്പൊ അതിനിടയിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ഫുഡ് കൊടുക്കട്ടെ, ഉറക്കം വരുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പൊ വലിയ മോക്ക് ചോറും ബീട്രൂട്ടും ചിക്കനായിരുന്നു കേട്ടോ. അപ്പൊ ചെറിയ ആൾക്ക് ചോറും കടിയുണ്ടെങ്കിൽ ചെറിയ മോക്ക് പത്തിരി അതാട്ടോ കഴിക്കുക. ചോറ് കഴിക്കൂല, ആവശ്യമുള്ള കടികളൊക്കെയാണ് ഉണ്ടെങ്കിൽ വീഡിയോ ഇല്ലെങ്കിൽ സാധാ മക്കൾ ഫുഡ് കഴിക്കും അവരുടെ. അപ്പൊ മോക്ക് പത്തിരിയാണ്, ചോറ്. എന്തായാലും അവർക്ക് ഫുഡ് കൊടുക്കട്ടെ. അപ്പൊ ചോറ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇത്രയേ ഉള്ളൂ. ബൈ.